ഈ അടുത്ത് നിരപരാധിയായ തൻ്റേതല്ലായ കാരണം കൊണ്ട് പിന്നെ ഗൾഫിൽ ജയിലിൽ സൗദിയിലെ ജയിലിൽ പെട്ട ഒരു സഹോദരനെ നമ്മളെല്ലാവരും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പിന്നെ ഒരു 34 കോടി പിരിച്ച് സഹായിക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ അദ്ദേഹം പിന്നെ തൻ്റേതായ തെറ്റെന്നില്ല, അദ്ദേഹം പിന്നെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പിന്നെ പല ആളുകൾക്കും ഉണ്ടാവാം. പിന്നെ ഷോപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറോടൊക്കെ അയ്യോ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ തെറ്റല്ല എന്നൊക്കെ പറയേണ്ടതായിട്ട് നമുക്ക് വരും. ഞാൻ തെറ്റുകാരനല്ല. അപ്പോൾ ഇത് അറബിയിൽ ഇപ്പം അദ്ദേഹം ആ സമയം ചെന്ന സമയത്ത് ചിലപ്പോൾ അറബി അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, വല്ലാഹി മാ സവൈത ഐഷൈ, വല്ലാഹ് അള്ളാഹനെ തന്നെ, മാ സവൈത്ത് ഞാൻ ചെയ്തിട്ടില്ല, ഐഷൈ ഒന്നും ചെയ്തിട്ടില്ല, വല്ലാഹി മാ സവൈത ഐഷൈ, അന മൂ ഗൽത്താൻ ഞാൻ തെറ്റുകാരനല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ തെറ്റല്ല, അന മൂ ഗൽത്താൻ അല്ലെങ്കിൽ അന മൂഹാദ ഗലത്തി എൻ്റെ തെറ്റല്ല. അപ്പോൾ ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റെന്നാണ്. അപ്പോൾ അന മൂ ഗൽത്താൻ എന്ന് പറയാം. ഈ മൂന്നുള്ളത് ഇമറാത്തിൽ മുബ് എന്നും പറയാൻ, അന മുബ് ഗൽത്താൻ. ഈജിപ്ഷ്യൻസ് ഒക്കെ നിങ്ങളെ പോലീസ് തന്നെ പറയാൻ മിഷ് ഗൽത്താൻ, അല്ല മിഷ് ഗൽത്താൻ എന്നും പറയാം. സ്ത്രീ പറയുമ്പോൾ ചെറിയ വ്യത്യാസം, അന മൂ ഗൽത്താന, അന മൂ ഗൽത്താന. ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാമഹനി, വല്ലാഹ് സാമഹനി എന്നോട് ക്ഷമിക്കണം. സ്ത്രീയോട് പറയുമ്പോൾ സാമഹീനി എന്നും പറയാം. മാലീഷ് എന്നും പറയാറുണ്ട്, സൗദിയിലേക്ക് മാലീഷ് എന്ന് പറയാം. സമൂഹ എന്നോട് ക്ഷമിക്കൂ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സാമഹനി ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അന മൂ ഗൽത്താൻ അല്ലെങ്കിൽ ഹദ മൂ ഗലത്തി എന്നൊക്കെ പറയാം, ഇതെൻ്റെ തെറ്റല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതേപോലുള്ള പല സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പല പ്രൊഫഷണലുകളിൽ നമ്മൾ പല വ്യത്യസ്തമായ രൂപത്തിലാണ്. ഇതൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ പഠിക്കാൻ അറബിക് ലാംഗ്വേജ് ഹബിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക.